ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഹിന്ദി മീഡിയ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുല്ലിംഗവും സ്ത്രീലിംഗവും എങ്ങനെ തിരിച്ചറിയാം. മുമ്പ് പറഞ്ഞിരുന്നു വിശദമായൊരു ക്ലാസ് പുല്ലിംഗവും സ്ത്രീലിംഗവും നിയമങ്ങളെക്കുറിച്ച് എടുക്കാമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. പുല്ലിംഗവും സ്ത്രീലിംഗവും, മസ്കുലിൻ ജെൻഡർ ആൻഡ് ഫെമിനിൻ ജെൻഡർ, ഹിന്ദിയിൽ എങ്ങനെ അത് തിരിച്ചറിയാമെന്ന് നോക്കാം. അതായത് ഭൂമിയിലെ എല്ലാ വസ്തുക്കളും ഹിന്ദി ഭാഷയിൽ ഒന്നുകിൽ സ്ത്രീലിംഗങ്ങളായിരിക്കും അല്ലെങ്കിൽ പുല്ലിംഗങ്ങളായിരിക്കും. അത് സ്ത്രീ ജാതി പെൺജാതി എന്ന് ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം ഹിന്ദിയിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. വസ്തുക്കളുടെയോ ജീവികളുടെയോ ജാതി വ്യക്തമാക്കുന്ന നാമത്തിൻ്റെ രൂപത്തിന് ജെൻഡർ എന്ന് പറയുന്നു. വസ്തുക്കളുടെയോ ജീവികളുടെയോ ജാതി വ്യക്തമാക്കുന്ന നാമത്തിൻ്റെ രൂപത്തിന് ജെൻഡർ എന്ന് പറയുന്നു. പുല്ലിംഗ സ്ത്രീലിംഗത്തിനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുല്ലിംഗ സ്ത്രീലിംഗത്തിനുള്ള നിയമങ്ങൾ. ഹിന്ദിയിൽ കുറച്ച് നിയമങ്ങളുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒന്ന് എന്താണ്? പുരുഷജാതിയെ സൂചിപ്പിക്കുന്നവ പുല്ലിംഗങ്ങളാണ്. എല്ലാ പുരുഷജാതിയും അത് പുല്ലിംഗങ്ങളായിരിക്കും. സ്ത്രീജാതിയെ സൂചിപ്പിക്കുന്നവ സ്ത്രീലിംഗങ്ങളുമായിരിക്കും. പുരുഷജാതിയെ സൂചിപ്പിക്കുന്നവ പുല്ലിംഗവും സ്ത്രീജാതിയെ സൂചിപ്പിക്കുന്നവ സ്ത്രീലിംഗവുമായിരിക്കും. ഓക്കെ, ഉദാഹരണം നോക്കാം. പിതാ, അച്ഛൻ, പുല്ലിംഗം ആണ്. പിതാവ്, അച്ഛൻ പുല്ലിംഗമാണ്. മാതാ, അമ്മ, സ്ത്രീലിംഗം അല്ലേ? അമ്മ, മാതാവ്, അമ്മ സ്ത്രീലിംഗം. ബേട്ട, മകൻ, പുല്ലിംഗം. ബേട്ടി, മകൾ, സ്ത്രീലിംഗം. അപ്പോൾ ഇങ്ങനെ അച്ഛൻ, അമ്മ, മകൻ, മകൾ ഇതൊക്കെ പുല്ലിംഗം സ്ത്രീലിംഗം എന്ന ഗണത്തിൽപ്പെടുന്നു. അതുപോലെ തന്നെ ബൈൽ, കാള പുല്ലിംഗം, ഗായ്, പശു സ്ത്രീലിംഗം. ബൈൽ, കാള പുല്ലിംഗം, ഗായ്, പശു സ്ത്രീലിംഗം. അങ്ങനെ സ്ത്രീജാതിയെ സൂചിപ്പിക്കുന്നത് സ്ത്രീലിംഗവും പുരുഷജാതിയെ സൂചിപ്പിക്കുന്ന പുല്ലിംഗവും. ഒരു നിയമം നമ്മൾ കണ്ടു. എന്താണത്? പുരുഷജാതിയെ സൂചിപ്പിക്കുന്നത് പുല്ലിംഗവും സ്ത്രീജാതിയെ സൂചിപ്പിക്കുന്നത് സ്ത്രീലിംഗവും. എന്നാൽ അടുത്ത നിയമം നോക്കുക. നമ്പർ 2. അകാരാന്തവും ആകാരാന്തവും ആയ വാക്കുകൾ പുല്ലിംഗങ്ങളായിരിക്കും. അകാരാന്തവും ആകാരാന്തവുമായ വാക്കുകൾ പുല്ലിംഗങ്ങളായിരിക്കും. എന്താണ് അകാരാന്തം ആകാരാന്തം? അ എന്ന മാത്ര കൊണ്ട് അവസാനിക്കുന്നത് അകാരാന്തവും ആ എന്ന മാത്ര കൊണ്ട് അവസാനിക്കുന്നത് ആകാരാന്തവുമായിരിക്കും. ആ എന്ന മാത്ര കൊണ്ട് അവസാനിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഘർ ആ കൊണ്ട് അവസാനിക്കുന്നതാണ്. കാരണം നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്. ര പ്ലസ് ആ എന്നാണ് ര. അപ്പോൾ ആ എന്ന മാത്ര അതിലുണ്ട്. പേഡ് എന്നുള്ളത് ഡ പ്ലസ് അ. ഫൽ എന്നുള്ളതിൻ്റെ ലാസ്റ്റ് ല് പ്ലസ് അ. അപ്പോൾ ഇതിലെല്ലാം ആ എന്ന മാത്രയുണ്ട്. അപ്പോൾ അകാരാന്തമാണ് ഇതെല്ലാം. അ എന്ന മാത്ര കൊണ്ട് അവസാനിക്കുന്നതാണ്. മാത്രരഹിതാണ്. മാത്ര ചിഹ്നം ഇവിടെ കാണില്ലെങ്കിലും അവിടെ ഉണ്ട്. ആ എന്ന മാത്രയുണ്ട്. എന്നാൽ കുത്താ കണ്ടോ, പ്ലസ് ആ എന്ന മാത്ര അത് ആകാരാന്തമാണ്. അന്ത്യത്തിൽ ആ കൊണ്ടാണ് അവസാനിക്കുന്നത് അല്ലേ? അപ്പോൾ കുത്താ, പിന്നെ രാസ്ത, ഇതെല്ലാം എന്താണ്? അകാരാന്തവും ആകാരാന്തവുമായ എല്ലാ വാക്കുകളും പുല്ലിംഗങ്ങളായിരിക്കും. എന്നാൽ കിതാബ് ഇത് അകാരാന്തമാണ്. സടക്ക് അകാരാന്തമാണ്. ഹവാ ആകാരാന്തമാണ്. ദയാ ആകാരാന്തം. കൃപ ആകാരാന്തമാണ്. എന്നാൽ ഇവ എന്താണ്? സ്ത്രീലിംഗങ്ങളാണ്. ഈ പറഞ്ഞ വാക്കുകൾ കിതാബ്, സടക്ക്, ഹവ, ദയ, കൃപ എന്നീ വാക്കുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ അകാരാന്തവും ആകാരാന്തവുമായ വാക്കുകൾ എന്തായിരിക്കും? എല്ലാം പുല്ലിംഗങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ 2 നിയമങ്ങൾ നമ്മൾ കണ്ടു. അടുത്ത നിയമം നോക്കൂ. 3. മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേരുകൾ എന്തായിരിക്കും? പുല്ലിംഗങ്ങളാണ്. മാസങ്ങളുടെയും ദിവസങ്ങളുടെയും പേരുകൾ പുല്ലിംഗങ്ങളാണ്. ഉദാഹരണം എന്താണ്? ശ്രാവൺ, ചൈത്ര, രവിവാർ. അതുപോലെ 4-മത്തേത് നോക്കൂ. പർവ്വതങ്ങൾ, മലകൾ,
സമുദ്രങ്ങൾ. ഇവയുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. പർവ്വതങ്ങൾ, മലകൾ, സമുദ്രങ്ങൾ ഇവയുടെ പേര് പുല്ലിംഗങ്ങളാണ്. നോക്കുക, ഉദാഹരണം ഹിമാലയം, വിന്ധ്യാചല പർവ്വതം, അറബ് സാഗർ, അറബിക്കടൽ. അപ്പോൾ ഇവയെല്ലാം പർവ്വതങ്ങൾ, മലകൾ, സമുദ്രങ്ങൾ ഇവയുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. അതുപോലെ ധാന്യങ്ങളുടെ പേരുകൾ, അഞ്ചാമത്തെ നിയമം നോക്കൂ. ധാന്യങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. ഉദാഹരണം ചാവൽ, ഗേഹു, തിൽ. ചാവൽ എന്ന് പറഞ്ഞാൽ അരി, ഗേഹു എന്ന് പറഞ്ഞാൽ ഗോതമ്പ്, തിൽ എന്ന് പറഞ്ഞാൽ എള്ള്. അടുത്ത നിയമം നോക്കൂ. ദേശങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. ദേശങ്ങൾ ഭാരത്, ഇറ്റലി, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുടെ പേരുകളെല്ലാം പുല്ലിംഗങ്ങളാണ്. ഏഴാമത്തെ നിയമം ഗ്രഹങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. ഗ്രഹങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. ഉദാഹരണം സൂര്യ, ചന്ദ്ര, ബുധ്, ശുക്ര. എന്നാൽ പൃഥ്വി, ഭൂമി സ്ത്രീലിംഗമാണ്. ഗ്രഹങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. സൂര്യ, ചന്ദ്ര, ബുധ്, ശുക്ര ഉദാഹരണങ്ങൾ. എന്നാൽ പൃഥ്വി, ഭൂമി സ്ത്രീലിംഗമാണ്. എട്ടാമത്തെ നിയമം നോക്കൂ. വൃക്ഷങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. വൃക്ഷങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. ആം, പീപ്പൽ, ബർഗദ്, സാഗർ. ആം എന്ന് പറഞ്ഞാൽ മാവ്, പീപ്പൽ അരയാൽ, ബർഗദ് പേരാൽ, സാഗൗൻ തേക്ക്. എന്നാൽ നീം വേപ്പ്, ജാമുൻ ഞാവൽ, ഇംലി പുളി. ഈ വൃക്ഷങ്ങളെല്ലാം എന്താണ്? സ്ത്രീലിംഗങ്ങളാണ്. നീം, ജാമുൻ, ഇംലി ഇവ സ്ത്രീലിംഗങ്ങളാണ്. എന്നാൽ സാധാരണഗതിയിൽ വൃക്ഷങ്ങളെല്ലാം തന്നെ പുല്ലിംഗങ്ങളാണ്. ഉദാഹരണം ആം, പീപ്പൽ, ബർഗദ്, സാഗൗൻ. അടുത്തത് നോക്കാം. തൊഴിലിനെ സൂചിപ്പിക്കുന്ന പേരുകൾ പുല്ലിംഗങ്ങളാണ്. തൊഴിലിനെ സൂചിപ്പിക്കുന്ന പേരുകൾ പുല്ലിംഗങ്ങളാണ്. ധോബി എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ. ദർജി, ടൈലർ. അടുത്തത് 10 ലോഹങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. 10ാമത്തെ നിയമം എന്താണ്? ലോഹങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. സോന ഗോൾഡ്, താമ്പ കോപ്പർ ചെമ്പ്, ലോഹ ഇരുമ്പ്, പീത്തൽ പിത്തളം എന്ന് പറയും നമ്മൾ അല്ലേ. എന്നാൽ ഇപ്പോൾ സ്വർണം, ചെമ്പ്, ലോഹ, സോന, താമ്പ, ലോഹ, പീത്തൾ എന്നിവയെല്ലാം പുല്ലിംഗങ്ങളാണെങ്കിലും ചാന്തി വെള്ളി സ്ത്രീലിംഗമാണ്. അടുത്ത നിയമം നോക്കാം. ശരീരാവയവങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. ഉദാഹരണം ഹാത്ത്, ദാന്ത്, സിർ, കാൻ, മൂഹ്, ഹോണ്ട്. ഹാത്ത് കൈ, ദാന്ത് പല്ല്, സിർ തല, കാൻ ചെവി, മൂഹ് വായ, ഹോണ്ട് ചുണ്ട്. ഇവയെല്ലാം ശരീരാവയവങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. എന്നാൽ എന്താണ്? നാക്ക് മൂക്ക്, ആങ്ക് കണ്ണ്, ജീഭ് നാവ്, ഹഡ്ഡി അസ്ഥി എല്ല്, ഛാത്തി നെഞ്ച്. ഇവയെല്ലാം എന്താണ്? ഇവ സ്ത്രീലിംഗങ്ങളാണ്. നാക്ക്, ആങ്ക്, ജീഭ്, ഹഡ്ഡി, ഛാത്തി ഇവ സ്ത്രീലിംഗങ്ങളാണ്. അടുത്തത് നോക്കാം. 12 ഭക്ഷണ പദാർത്ഥങ്ങളുടെ പേരുകൾ പുല്ലിംഗങ്ങളാണ്. ഭാത്ത് ചോറ്, ഭാത്ത് എന്ന് പറഞ്ഞാൽ ചോറ്. ലഡു ഹൽവ. ഭാത്ത്, ലഡു, ഹൽവ ഭക്ഷണ പദാർത്ഥങ്ങൾ. എന്നാൽ അതിലുണ്ട് ദാൽ പരിപ്പ്, റൊട്ടി, ചപ്പാത്തി, മിഠായി ഇവ സ്ത്രീലിംഗങ്ങളാണ്. ദാല്, റൊട്ടി, മിഠായി ഇവ സ്ത്രീലിംഗങ്ങളാണ്. അടുത്തത് നോക്കാം. നദികളുടെ പേരുകൾ സ്ത്രീലിംഗങ്ങളാണ്. ഉദാഹരണം ഗംഗ, യമുന, സിന്ധു, നർമ്മദ. ഗംഗ, യമുന, സിന്ധു, നർമ്മദ തുടങ്ങിയ നദികളുടെ പേരുകൾ സ്ത്രീലിംഗങ്ങളാണ്. എന്നാൽ ബ്രഹ്മപുത്ര പുല്ലിംഗമാണ്. ബ്രഹ്മപുത്ര ബ്രഹ്മാവിൻ്റെ പുത്രൻ, സൺ ഓഫ് ലോർഡ് ബ്രഹ്മ അതാണ്. അപ്പോൾ ബ്രഹ്മപുത്ര എന്നത് പുല്ലിംഗമാണ്. അടുത്തത് നോക്കാം.
ഭാഷകളുടെ പേരുകൾ സ്ത്രീലിംഗങ്ങളാണ്. ഉദാഹരണം മലയാളം, ഹിന്ദി, അറബി. ഭാഷകളുടെ പേരുകൾ സ്ത്രീലിംഗങ്ങളാണ്. അടുത്തത് നോക്കാം. ഈ ഈ ഈ കൊണ്ട് അവസാനിക്കുന്നതും ഈ കൊണ്ട് അവസാനിക്കുന്നതും. നമ്മൾ നേരത്തെ പറഞ്ഞു അകാരാന്തവും ആകാരാന്തവും. അകൊണ്ടും ആ കൊണ്ടും അവസാനിക്കുന്നത് പുല്ലിംഗമാണ്. അതുപോലെ ഈ കൊണ്ടും ഈ കൊണ്ടും, ഈ ചോട്ടി ഈ മാത്ര, ചോട്ടി ഈക്ക് മാത്ര, വടി ഈക്ക് മാത്ര, ഇവയിൽ അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. ഉദാഹരണം റൊട്ടി, കുർസി, ലഡ്കി, ബില്ലി. ഇതെല്ലാം ഈ കൊണ്ട് അവസാനിക്കുന്നതാണ്. എന്നാൽ അതിലുമുണ്ട് എക്സെപ്ഷൻ. എന്നാൽ പാനി, ഘീ, പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, ഘീ എന്ന് പറഞ്ഞാൽ നെയ്യ്, ഇവ പുല്ലിംഗങ്ങളാണ്. റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി, കുർസി, കസേര, ലഡ്കി, പെൺകുട്ടി, ബില്ലി, പൂച്ച. ഇതെല്ലാം എന്താണ്? മുകളിൽ പറഞ്ഞതെല്ലാം സ്ത്രീലിംഗങ്ങളാണ്. എന്നാൽ ഈ കൊണ്ട് അവസാനിക്കുന്ന പാനി, വെള്ളം, ഘീ, നെയ്യ്, ഇവ പുല്ലിംഗങ്ങളാണ്. അടുത്ത നിയമം നോക്കൂ. ആയി, താ, ഹട്ട്, വട്ട്. ഇവയിൽ അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. അവസാനത്തിൽ ആയി എന്നോ അല്ലെങ്കിൽ താ അല്ലെങ്കിൽ ഹട്ട് അല്ലെങ്കിൽ വട്ട് ഇങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ ആ വാക്കുകൾ സ്ത്രീലിംഗങ്ങളായിരിക്കും. ഉദാഹരണം ഗഹരായി. ഗഹരായി എന്ന് പറഞ്ഞാൽ ആഴം എന്നർത്ഥം. ധീർത്ത അതായത് ധൈര്യം, ധീരത. ഥക്കാവട്ട് ക്ഷീണം. ഖബരാഹട്ട് ഭയം, പരിഭ്രമം. അപ്പോൾ ഹട്ട്, വട്ട്, ത, ആയി എന്ന് തുടങ്ങുന്ന വാക്കുകളൊക്കെ, എന്ന് അവസാനിക്കുന്ന വാക്കുകളൊക്കെ സ്ത്രീലിംഗങ്ങളാണ്. അടുത്തത് നോക്കൂ. ആവ്, പൻ, ത്വ, പാ, യാ. ഇവയിൽ അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. ബച്പൻ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. മഹത്വം, ബുഡാപ്പ, വാർദ്ധക്യം. ഇവയെല്ലാം പാ കൊണ്ട് അവസാനിക്കുന്നത്, ത്വ, പൻ കൊണ്ട് അവസാനിക്കുന്നതെല്ലാം എന്താണ്? സ്ത്രീലിംഗങ്ങളാണ്. അടുത്തത് നോക്കൂ. സായിൽ അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. അവസാനം സാ വരുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. ഉദാഹരണം പ്യാസ്, പ്യാസ്. പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം. അടുത്തതായി നോക്കാം. പുല്ലിംഗ ശബ്ദം സ്ത്രീലിംഗമാക്കാനുള്ള നിയമങ്ങൾ. ആ എന്നും അവസാനിക്കുന്ന വാക്കുകളോട് ഈ ചേർക്കുക. അതായത് അവസാനത്തിൽ അ അല്ലെങ്കിൽ അകാരാന്തം അല്ലെങ്കിൽ ആകാരാന്തം അവയിൽ അവസാനിക്കുന്ന വാക്കുകളോട് ഈ ചേർക്കുക. പുത്ര, പുത്രി, ലഡ്ക, ലഡ്കി, ബേട്ട, ബേട്ടി. അപ്പോൾ പുത്ര എന്നുള്ളത് പുല്ലിംഗം, പുത്രി ഈ ചേർത്തപ്പോൾ സ്ത്രീലിംഗമായി. ലഡ്ക, ലഡ്കി ആൺകുട്ടി, പെൺകുട്ടി. ബേട്ട മകൻ, ബേട്ടി മകൾ. അടുത്തത് നോക്കുക. ആ എന്നവസാനിക്കുന്ന ചില വാക്കുകളോട് ഇയ എന്ന് ചേർക്കുക. ഇയ എന്ന് ചേർക്കുമ്പോൾ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഹ്രസ്വമാക്കണം. അതായത് ഇയ എന്ന് ചേർക്കുമ്പോൾ യ എന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം അത് ദീർഘിപ്പിക്കാൻ പാടില്ല. ഉദാഹരണം നോക്കുക. ചൂഹ. ഇപ്പോൾ ആ എന്നാണ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ ചുഹിയ. അപ്പോൾ ചുഹിയ എന്നാക്കരുത്. ദീർഘം ഇടത്തോട്ട് ചെറിയ ചോട്ടി ഈക്കി മാത്രമാണ് ഇടേണ്ടത് കേട്ടോ. ചുഹിയ. അതുപോലെ ബൂഢ. ചൂഹ എന്ന് പറഞ്ഞാൽ എലി. ചുഹിയ പെണ്ണെലി. ബൂഢ വൃദ്ധൻ. ബുഢിയ വൃദ്ധ. അപ്പോൾ അതിനും അതുപോലെ തന്നെ ഇവിടെ ഹ്രസ്വമാക്കി ബുഢി ഇടത്തോട്ട് വള്ളിയാക്കി. ബുഢിയ. അടുത്ത നിയമം നോക്കൂ. ആയി, താ, ഹട്ട്, വട്ട്. ഇവയിൽ അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. അവസാനത്തിൽ ആയി എന്നോ അല്ലെങ്കിൽ താ അല്ലെങ്കിൽ ഹട്ട് അല്ലെങ്കിൽ വട്ട് ഇങ്ങനെയാണ് അവസാനിക്കുന്നതെങ്കിൽ ആ വാക്കുകൾ സ്ത്രീലിംഗങ്ങളായിരിക്കും. ഉദാഹരണം ഗഹരായി. ഗഹരായി എന്ന് പറഞ്ഞാൽ ആഴം എന്നർത്ഥം. ധീർത്ത അതായത് ധൈര്യം, ധീരത. ഥക്കാവട്ട് ക്ഷീണം. ഖബരാഹട്ട് ഭയം, പരിഭ്രമം. അപ്പോൾ ഹട്ട്, വട്ട്, ത, ആയി എന്ന് തുടങ്ങുന്ന വാക്കുകളൊക്കെ, എന്ന് അവസാനിക്കുന്ന വാക്കുകളൊക്കെ സ്ത്രീലിംഗങ്ങളാണ്. അടുത്തത് നോക്കൂ. ആവ്, പൻ, ത്വ, പാ, യാ. ഇവയിൽ അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. ബച്പൻ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം. മഹത്വം, ബുഡാപ്പ,
വാർദ്ധക്യം, ഇവയെല്ലാം പാ കൊണ്ട് അവസാനിക്കുന്നത്, ത്വ, പൻ കൊണ്ട് അവസാനിക്കുന്നതെല്ലാം എന്താണ്? സ്ത്രീലിംഗങ്ങളാണ്. അടുത്തത് നോക്കൂ, സായിൽ അവസാനിക്കുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. അവസാനം സാ വരുന്ന വാക്കുകൾ സ്ത്രീലിംഗങ്ങളാണ്. ഉദാഹരണം പ്യാസ്, പ്യാസ്. പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം. അടുത്തതായി നോക്കാം, പുല്ലിംഗ ശബ്ദം സ്ത്രീലിംഗമാക്കാനുള്ള നിയമങ്ങൾ. ആ എന്നും ആ എന്നും അവസാനിക്കുന്ന വാക്കുകളോട് ഈ ചേർക്കുക. അതായത് അവസാനത്തിൽ അ അല്ലെങ്കിൽ ആ, അകാരാന്തം അല്ലെങ്കിൽ ആകാരാന്തം, അവയിൽ അവസാനിക്കുന്ന വാക്കുകളോട് ഈ ചേർക്കുക. പുത്ര, പുത്രി, ലഡ്ക, ലഡ്കി, ബേട്ട, ബേട്ടി. അപ്പോൾ പുത്ര എന്നുള്ളത് പുല്ലിംഗം, പുത്രി ഈ ചേർത്തപ്പോൾ സ്ത്രീലിംഗമായി. ലഡ്ക, ലഡ്കി ആൺകുട്ടി പെൺകുട്ടി, ബേട്ട മകൻ, ബേട്ടി മകൾ. അടുത്തത് നോക്കുക, ആ എന്ന് അവസാനിക്കുന്ന ചില വാക്കുകളോട്, ആ എന്ന് അവസാനിക്കുന്ന ചില വാക്കുകളോട് ഇയ എന്ന് ചേർക്കുക. ഇയ എന്ന് ചേർക്കുമ്പോൾ വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം ഹ്രസ്വമാക്കണം. അതായത് ഇയ എന്ന് ചേർക്കുമ്പോൾ യ എന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ അക്ഷരം അത് ദീർഘിപ്പിക്കാൻ പാടില്ല. ഉദാഹരണം നോക്കുക, ചൂഹ. ഇപ്പോൾ ആ എന്നാണ് അവസാനിച്ചിട്ടുള്ളത്, അപ്പോൾ ചുഹിയ. അപ്പം ചുഹിയ എന്നാക്കരുത്, ദീർഘം ഇടത്തോട്ട് ചെറിയ ചോട്ടി ഈക്കി മാത്രമാണ് ഇടേണ്ടത് കേട്ടോ. ചുഹിയ. അതുപോലെ ബൂഢ, ചൂഹ എന്ന് പറഞ്ഞ എലി, ചുഹിയ പെണ്ണെലി, ബൂഢ വൃദ്ധൻ, ബുഢിയ വൃദ്ധ. അപ്പോൾ അതിനും അതുപോലെ തന്നെ ഇവിടെ ഹ്രസ്വമാക്കി ബുഢി ഇടത്തോട്ട് വള്ളിയാക്കി, ബുഢിയ. നോക്കുക, തൊഴിലിനെ സൂചിപ്പിക്കുന്ന വാക്കുകളുടെ അവസാനം ഇൻ ചേർക്കുന്നു അല്ലേ. ഉദാഹരണം ധോബി, ധോബിൻ. ധോബി എന്ന് പറഞ്ഞാൽ അലക്കുകാരൻ, ധോബിൻ അലക്കുകാരി. ഇവിടെയും എന്താണ്, ആ മാത്ര, ചെറിയ മാത്ര ഇടത്തോട്ടാക്കി അല്ലേ. വലത്തോട്ടുണ്ടായിരുന്നത് ഇവിടെ ഹ്രസ്വമാക്കി ചുരുക്കി ഇടത്തോട്ടാക്കി. ധോബിൻ അലക്കുകാരി, ധോബി അലക്കുകാരൻ. ഇനി ആ എന്ന് അവസാനിക്കുന്ന ചില വാക്കുകളോടുകൂടി, ഇനി ആ കൊണ്ട് അവസാനിക്കുന്ന, അതായത് അകാരാന്തം അ എന്നതുകൊണ്ട് അവസാനിക്കുന്ന വാക്കുകളോടൊപ്പം, മുമ്പ് നമ്മൾ ഈ ചേർക്കാൻ പറഞ്ഞിരുന്നു, എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നീ എന്നും ആനി എന്നും ചേർക്കുന്നു ചില വാക്കുകളോടൊപ്പം. ഉദാഹരണം സിംഹ്, സിംഹ്നി. സിംഹ് എന്ന് പറഞ്ഞാൽ സിംഹം, സിംഹ്നി പെൺസിംഹം. നൗക്കർ സെർവൻ്റ്, നൗക്രാനി ഫീമെയിൽ അല്ലേ, വേലക്കാരി. നൗക്കർ വേലക്കാരൻ, നൗക്രാനി വേലക്കാരി. അപ്പോൾ അങ്ങനെയാണ് ലിംഗം, പുല്ലിംഗത്തിൽ നിന്ന് സ്ത്രീലിംഗമാക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത നോക്കുക, ചില പുല്ലിംഗങ്ങളുടെ സ്ത്രീലിംഗ രൂപം വിഭിന്നമാണ്. ചില പുല്ലിംഗങ്ങൾ നമ്മൾ ആ എന്നോ ഈ എന്നൊന്നും ചേർത്ത് മാറ്റാൻ നമുക്ക് പറ്റില്ല. അതെങ്ങനെയാണ്? ഉദാഹരണം പിത, അതിൻ്റെ സ്ത്രീലിംഗം മാതാ, അത് മറ്റൊരു വാക്കാണ്. രാജ, റാണി, പുരുഷ് സ്ത്രീ, ആദ്മി ഔരത്ത്, ഇങ്ങനെയുമുണ്ട് ഹിന്ദിയിൽ. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് സ്ത്രീലിംഗവും പുല്ലിംഗവും മനസ്സിലാക്കാനുള്ള നിയമങ്ങൾ, പുല്ലിംഗത്തിൽ നിന്നും സ്ത്രീലിംഗത്തിലേക്ക് മാറ്റാനുള്ള നിയമങ്ങൾ എന്നതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താങ്ക് യു.